ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ സമൂഹത്തെയും വിശ്വാസത്തെയും തുടർച്ചയായി അവഹേളിക്കുന്ന പ്രവണത മലയാള സിനിമയിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങിയ ഒരു ഡസനോളം സിനിമകളിൽ ക്രൈസ്തവ അവഹേളനം ഒളിപ്പിച്ചു കടത്താൻ മട്ടാഞ്ചേരി മാഫിയയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില തൽപര കക്ഷികളായ പ്രൊഡ്യൂസർമാരും ചില നടന്മാരും ആസൂത്രിതമായി രംഗത്ത് വന്നിരുന്നു എന്നത് പരസ്യമായ വസ്തുതയാണ്. സാത്താൻ വർഷിപ്പിന്റെയും ക്രിസ്തുവിന്റെ ബലിയെ അത്യന്തം നിന്ദിക്കുന്ന ബ്ലാക്ക് മാസിന്റെയും പ്രയോജകർ മലയാള സിനിമാ മേഖലയിൽ സജീവമായിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള പാശ്ചാത്യ നോവലുകളെ ആധാരമാക്കി സിനിമയെടുത്ത് അതിലെ കഥാപാത്രങ്ങൾ കൊണ്ടും ബിംബങ്ങൾ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കടുത്ത ക്രൈസ്തവ അവഹേളനങ്ങൾ സിനിമയിലൂടെ ഒളിപ്പിച്ചു കടത്തി ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയും നിരന്തരമായി അവഹേളിക്കുന്നതിൽ വിദഗ്ധനാണ് അമൽ നീരദ് എന്ന സംവിധായകൻ. ക്രൈസ്തവ അവഹേളനങ്ങൾ കുത്തിനിറച്ച ഭീഷ്മപർവം എന്ന തന്റെ സിനിമയ്ക്ക് ശേഷം ഫഹദ് ഫാസിലിനെയും ഷറഫുദ്ദീനെയും കുഞ്ചാക്കോ ബോബനെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി നിർമ്മിക്കുന്ന ബോഗൻവില്ല എന്ന സിനിമയിലെ ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനവും അതിന്റെ ചിത്രീകരണ രംഗങ്ങളും ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസ ചിഹ്നങ്ങളെയും പ്രതീകങ്ങളെയും കർത്താവിനെ തന്നെയും അങ്ങേയറ്റം ഹീനമായി താറടിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് ബൊഗെയ്ൻവില്ലയുടെ പ്രമോഷനായി പുറത്തുവിട്ട ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഈ ഗാനത്തിലൂടെ. നിത്യജീവിതത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സമൂഹം ചേർത്ത് വെക്കുന്ന കുരിശും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാർത്ഥനകളുമെല്ലാം തികച്ചും പൈശാചികമായ മ്യൂസിക് ബിൽഡപ്പുകളുടെ പശ്ചാത്തലത്തിൽ പൈശാചികമായി അവതരിപ്പിച്ച് അതിൻ്റെ കൂടെ മ്ലേച്ഛവും ആഭാസകരവുമായ നൃത്തങ്ങൾ കോർത്തിണക്കി സെമിത്തേരികളിലും ക്രൈസ്തവ വിരുദ്ധമായ പശ്ചാത്തലങ്ങളിലും ചിത്രീകരിച്ച് ഉന്മാദഭാവത്തിൽ പാടുന്ന ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന പാട്ട് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരിക്കുകയാണ്. സകല തിന്മകളുടെ ഓരോ വരികൾക്ക് ശേഷം ആമേൻ എന്ന മഹനീയ വാക്ക് മറുപടിയായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഭാസ ഗാനത്തിൽ. നിർമ്മാണ, വിതരണ, അഭിനയ മേഖലകളിൽ സങ്കുചിത മതചിന്തകളും കടുത്ത ക്രൈസ്തവ വിരോധവും പടർത്തുന്ന നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് അമൽ നീരദ് ഇത്തരത്തിൽ തുടർച്ചയായി തന്റെ സിനിമകളിലൂടെ ക്രൈസ്തവ അവഹേളനങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് പലതവണ വ്യക്തമായി കഴിഞ്ഞതാണ്. കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞ് പാട്ടിറക്കി സാത്താന് സ്തുതി പാടുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ പുതുതലമുറയെ വഴിതെറ്റിക്കാനും സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ആകണം. ഇത്തരം നീക്കങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ വളരെ മോശമായ ഇമേജ് ഉണ്ടാക്കുകയും കൂടുതൽ ആളുകളിലേക്ക് സാത്താനികമായ ആ ചിന്തകൾ പടരുകയും ചെയ്യുമ്പോൾ അവരുദ്ദേശിച്ച തരത്തിൽ യേശുക്രിസ്തുവിനെ അവഹേളിക്കാൻ സാധ്യമാകുമെന്ന് അവർ കരുതുന്നുണ്ടാകും. എന്നാൽ ലോകത്തിന്മേലും സാത്താന്റെ മേലും വിജയം നേടിയ സർവാധിപനായ ദൈവത്തിന്റെ നാമത്തെയാണ് അവർ മനഃപൂർവ്വം ദുഷിക്കുന്നത്. ഇരുമ്പാണിമേലാണ് അവർ തൊഴിക്കുന്നത്. ഇതെല്ലാം കണ്ട് നിശബ്ദരായിരിക്കാൻ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കേവലം ഒരു പ്രമോ സോങ്ങിൽ ഇത്തരത്തിൽ വലിയ ക്രൈസ്തവ വിശ്വാസ അവഹേളനം ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അവഹേളനം സിനിമയിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യതയെന്നും സന്ദേഹം ഉയരുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മറുപടിയെങ്കിൽ മറ്റ് മതസംഹിതകളെ ഇത്തരത്തിൽ അവഹേളിക്കാനുള്ള നട്ടെല്ലുറപ്പ് എന്തുകൊണ്ടാണ് ഇന്നേ വരെ അമൽ നീരദ് കാണിക്കാത്തത് എന്ന ചോദ്യത്തിനു കൂടെ അമൽ നീരദ് മറുപടി തരേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു വൈരുദ്ധ്യം, പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക ക്രൈസ്തവ അവഹേളന ചിത്രങ്ങളിലും നായകൻ ഫഹദ് ഫാസിൽ എന്ന നടനാണ് എന്നതാണ്. ട്രാൻസ്, ജോജി, ഇപ്പോൾ ബൊഗെയ്ൻവില്ല തുടങ്ങി ഉദാഹരണങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് തന്നെ ഫഹദിനെ പലരും ആ വിഭാഗം സിനിമകളിലെ നായകൻ എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ കത്തോലിക്ക വിശ്വാസിയായിരുന്ന കുഞ്ചാക്കോ മുതലാളിയുടെ കൊച്ചുമകൻ ഇത്തരം ക്രൈസ്തവ അവഹേളന ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് പറയാതെ വയ്യ. വിശുദ്ധ കൂദാശകളെയും പൗരോഹിത്യത്തെയും പരസ്യമായി അവഹേളിച്ച റോമൻസ് എന്ന ചിത്രം തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. ബൊഗെയ്ൻവില്ല എന്ന ചെടിക്ക് തിന്മയുമായി പ്രത്യക്ഷമായ ബന്ധമില്ലെങ്കിലും മറഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തികളുടെ പ്രതീകമായി ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. തിന്മകളെയും പൈശാചികതകളെയും ബൊഗെയ്ൻവില്ലയുമായി ബന്ധിപ്പിക്കുന്ന പല ഉദാഹരണങ്ങളും പാശ്ചാത്യ സാഹിത്യത്തിൽ ഉണ്ട്. നഥാനിയേൽ റത്തോണിന്റെ റപ്പാച്ചിനിയുടെ മകൾ, ഓസ്കാർ വൈൽഡിന്റെ ദി പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ, വില്യം ഫോക്നറുടെ റോസ് ഫോർ എമിലി,
ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ് എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ചിലരുടെ ഗൂഢലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഇത്തരം ക്രൈസ്തവ അവഹേളന സിനിമകളോട് ക്രൈസ്തവർ ഇനി പ്രതിഷേധിക്കേണ്ടത് കേവലം വാക്കുകളിൽ മാത്രം പോരാ, മറിച്ച് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം സിനിമകളോ ഗാനങ്ങളോ തിയേറ്ററിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ കാണുന്നത് ആത്മാവിന് വൻ നാശമാണ് വരുത്തിവെക്കുക എന്ന് ക്രൈസ്തവർ അറിഞ്ഞിരിക്കട്ടെ. യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്ന ഇത്തരം സിനിമകളും അവയുടെ ദൃശ്യങ്ങളും ഗാനങ്ങളും യാദൃശ്ചികമായി പോലും ആരും കാണാൻ ഇടവരാതിരിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ഇത്തരം പൈശാചിക ഗാനങ്ങൾ ഷെയർ ചെയ്യാതിരിക്കട്ടെ. ഇത്തരം സിനിമകളുടെ പ്രൊമോഷൻ വീഡിയോകൾ പോലും യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണില്ല എന്ന് ഓരോ ക്രൈസ്തവ വിശ്വാസിയും തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒപ്പം ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നവരുടെയും അതിൽ അഭിനയിക്കുന്നവരുടെയും ഗൂഢലക്ഷ്യങ്ങളും പൈശാചിക പശ്ചാത്തലവും സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ പരിശ്രമിക്കുകയും വേണം.